ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടതേ ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നമ്മളിങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ചോറൊക്കെ കഴിച്ച് അപ്പോൾ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ട് വീഡിയോ ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ നിയറായിട്ട് വേറെ ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ പിന്നെന്താ ക്ഷീണവും കുഴപ്പങ്ങളും ഒക്കെ തന്നെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ നേരത്തെ ഇന്ന് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ട് എന്നാലും നിങ്ങളെ ഞാൻ ഒരു സംഭവം കാണിക്കാം. അതിനെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കാണിക്കാം. എല്ലായിടത്തും ഒക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം കേട്ടോ ഇത് സംഭവം കാണുമ്പോൾ. ഭയങ്കര പിള്ളേരടുത്ത് വഴക്കുണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇത് കാണുമ്പോൾ വാങ്ങിപ്പിക്കുകയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്നലെ നീറൊക്കെ അടിച്ചു പൊളിച്ചു എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ചെറുതായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു. നമുക്കിവിടെ പള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ 12:30 വരെ ഇവിടെ നല്ല പ്രാർത്ഥനയൊക്കെയാണ്. പിന്നെ ഞാൻ ലൈവൊക്കെ ഇട്ടിരുന്നല്ലോ 12 മണി വരെ ലൈവിലൊക്കെ ഇരുന്നു. അപ്പോഴും ഒത്തിരി സന്തോഷം എല്ലാവർക്കും കേട്ടോ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു. കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു, കുറച്ച് സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറക്കല്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞതിനെ പറ്റി ഒന്നും ഓർത്ത് നമ്മളിനി വിഷമിച്ചിരിക്കേണ്ട. ഇനി നമുക്ക് നല്ലത് മാത്രം എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 2026 അല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങി. അപ്പോൾ 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. എനിക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. എന്നെ തന്നെ ഞാൻ ആശംസിക്കുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ 2025 നമുക്ക് ഒത്തിരി ഹോസ്പിറ്റൽ കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതലൊക്കെ ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങ് ആരെയും ഒന്നും ദൈവം ഇട്ടങ്ങ് കഷ്ടപ്പെടുത്തത്തില്ലല്ലോ. എന്നാലും കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അമ്മയ്ക്കാണേലും കഴിഞ്ഞ വർഷം വയ്യായൊക്കെ ആയി ഡയാലിസിസ് ഒക്കെ തുടങ്ങി. എന്നാലും അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അമ്മയും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പോകട്ടെ. അമ്മയെന്നല്ല ആരും ഒരാപത്തും വരാതെ അസുഖങ്ങളും ഒന്നും വരാതെ കേട്ടോ. അതേ ഉള്ളൊരു പ്രാർത്ഥന. അസുഖങ്ങളും ഒന്നും വരാതെ ഇരിക്കട്ടെ. എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന എന്ന് വെച്ചാൽ. നമ്മളിങ്ങനെ ഇറങ്ങി കയറി നടക്കുന്നത് കൊണ്ട് നമുക്കതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ അറിയാം അതിൻ്റെ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. അത് പോകുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അല്ലാത്തവർക്ക് അറിയത്തില്ല. സത്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്തവർക്ക് അറിയത്തില്ല. ഞാനാണെങ്കിലും ഇപ്പം അമ്മയും കൊണ്ട് നടക്കുന്നു. എനിക്ക് ബുദ്ധിമുട്ടാണെന്നല്ല, അവർക്കും അത് ഒരു 3-4 മണിക്കൂർ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്തൊരു കഷ്ടം. ഒരേ കിടപ്പം. നമ്മളതൊക്കെ ചെന്നൊന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു ഇത്. ആർക്കും അസുഖങ്ങളും ഒന്നും തമ്പുരാനെ കൊടുക്കാതെ ഇരിക്കട്ടെ. അപ്പോൾ 2026 എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വീഡിയോ ഒന്നും എടുത്ത് വെച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും സുഖുവിന് ഭയങ്കര സന്തോഷമുണ്ട്. നീറൊക്കെ അല്ലേ എന്തായാലും എനിക്ക് സന്തോഷമുള്ളൊരു സംഭവമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വന്ന വഴിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ മക്കളോട് പറയും എനിക്ക് വേണം അത്രയ്ക്ക് എനിക്കിഷ്ടം. ആരെയാണ് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് എനിക്ക് എവിടെ കണ്ടാലും ഒത്തിരി ആഗ്രഹിച്ചു. ഇത് ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇത് നല്ല ബുദ്ധൻ്റെ തലയോ എന്തെങ്കിലും നമുക്ക് ഉയർച്ച വല്ലതും ഉണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ നോക്കുന്ന എല്ലാ വീടുകളിലും ഈ ബുദ്ധൻ്റെ തല ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വാങ്ങിച്ചൊരു ബുദ്ധൻ്റെ തല ഇങ്ങനെ കറുത്ത് തന്നെ സൂപ്പറാണ് കേട്ടോ. ഞാൻ 2 വാങ്ങിച്ചു. ഇന്നിപ്പോൾ 2 ഞാൻ വാങ്ങിച്ചു. ഞാൻ 2 നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നു കേട്ടോ. ഇതിനകത്ത് ഇനി നമ്മൾ പൂവോ എന്തെങ്കിലും ചെടികളോ ഒക്കെ നമുക്കാണ് വാങ്ങിച്ചത്. ഇത് 2 ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചതാണ്. വെള്ള പ്ലാസ്റ്റിക്കാണ് സംഭവം, പക്ഷേ നല്ലതാണ് കേട്ടോ. മെറ്റലിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയോ സംഭവത്തിൻ്റെ ഉണ്ട്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമാട്ടോ. ഞാൻ അതൊന്നും നോക്കി പോകുന്നില്ല, അതൊക്കെ ഭയങ്കര റേറ്റായിരിക്കും. പക്ഷേ ഇത് സംഭവം ഇങ്ങനെ വെക്കാൻ നല്ലതാണ് കേട്ടോ. വെള്ള കറുത്ത ഈ ഗ്രേ കളർ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചത് ഇത് 2 കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ നോട്ടം ഇടും.
അതങ്ങനെയാണല്ലോ, പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ആണല്ലോ. ഡ്രസ്സ് കണ്ടാലേ നോട്ടം ഇട്ട് വെച്ചേക്കും, തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇറങ്ങണം വാങ്ങിക്കണമെന്നും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ. ഞാനങ്ങനെ കേട്ടോ, ഈ പിള്ളേരുടെ അടുത്ത് പിള്ളേർ സമ്മതിക്കത്തില്ല, വണ്ടി നിർത്തത്തതുമില്ല. ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിച്ച് തന്നേ പറ്റത്തുള്ളൂ, രണ്ടിനോടും ഞാൻ പറഞ്ഞു. ഇവർ നിർത്തത്തില്ല കേട്ടോ, കണ്ട കടച്ചാണികൾ മൊത്തവും ഞാൻ വാങ്ങിക്കുക അതുപോലെ. പക്ഷെ അവർക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് പച്ച എന്തെങ്കിലും, എന്താ ഈ മണി പ്ലാന്റോ പച്ചയോ മഞ്ഞ കളർ എന്തെങ്കിലും ഒറിജിനൽ ചെടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല അല്ലേ. ഇതിനകത്തൊരു ശക്തി വേണം. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്തങ്ങ് കിടന്നോളും, എന്തെളുപ്പമാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചത്. നിയറൊക്കെ അല്ലേ, എന്തുവാടേ എല്ലാം കയ്യിൽ നിന്ന് അങ്ങ് പോക്കാം. നമ്മളിങ്ങനെ സ്വരൂപിച്ച് കൂട്ടി വെച്ചായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു എനിക്കൊരു കുഞ്ഞൊരു മനസ്സമാധാനം ഇത് വാങ്ങിച്ചപ്പം വാങ്ങിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. വെള്ളയുടെ വരട്ടെ, ഇനി വെള്ളയുടെ ചിലപ്പം വരുമായിരിക്കും. ഗ്രേ കളറും കറുപ്പ് കളറും വെള്ള ചെറുതാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, വെള്ളയ്ക്കകത്ത് ഞാൻ ദേ ഇവിടെ പിന്നെ ഇവിടെ ഇരുന്ന കുഞ്ഞു ചെടികളൊക്കെ ദേ ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചേക്കാം. സൂപ്പറാണ് കേട്ടോ വെള്ളയ്ക്കകത്ത്. പക്ഷെ പച്ചയാണ് ഈ വെള്ളയ്ക്കകത്ത് നിറയ്ക്കുന്നത് അല്ലേ. പച്ച കളറാണ് ഈ വെള്ളയ്ക്കും സൂപ്പർ. നമുക്കിനി ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയുള്ള ചെടികളൊക്കെ വാങ്ങിക്കാം. കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. വെള്ളം നമുക്ക് 2 എണ്ണമുണ്ട്, ഗ്രേ കളർ. ഒത്തിരി വേണ്ട, എന്നാലും ഇത് 2 എണ്ണം മതി എൻ്റെ ആഗ്രഹമൊക്കെ. പിന്നെ മെനഞ്ഞാത്ത വീഡിയോയ്ക്കകത്താണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എന്താ ഒരു ലോട്ടറി എടുത്ത കാര്യം ഉണ്ടായിരുന്നു മെനഞ്ഞാന്നങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു ലോട്ടറി എടുക്കണം. അത് ഡിലീറ്റ് ആയിപ്പോയി. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ചിലതൊന്നും കാണത്തില്ല കേട്ടോ എൻ്റെ വീഡിയോയ്ക്കകത്ത്. എടുത്ത് വെക്കും, പക്ഷേ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരം ചിലപ്പോൾ ഫുള്ള് ഞാനങ്ങ് എടുത്ത് കളയും. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ലോട്ടറി എടുക്കുന്ന 2026 തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ലോട്ടറി എടുക്കുന്നുണ്ട്, അടിക്കുമായിരിക്കും, ഭാഗ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ അന്ന് ലോട്ടറി എടുത്ത് 50 രൂപയുടെ ലോട്ടറി എടുത്ത് അടിച്ചില്ല. ഇവിടെ വന്നവരുടെ പപ്പയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇതിലാണ് ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നത്. എന്നാൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ മക്കളെ എടുക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോഴും ഞാനങ്ങ് എടുക്കും. അങ്ങനെ അന്ന് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ പപ്പയുടെ കയ്യിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് കാണിച്ചു. ഒന്ന് നോക്കി 3 മണിയായി അന്നേരം സമയം. അന്നേരം റിസൾട്ട് ഒന്നുമില്ലായിരുന്നു. എന്നോട് അന്നേരം പറയുകയാണ്, ഞങ്ങൾക്ക് ഈ 50 രൂപ 5 ഉഴുന്ന് വട കിട്ടിയാൽ. ഞാൻ പറഞ്ഞു 5 ഉഴുന്ന് വടല്ല, ചിലപ്പോൾ ഭാഗ്യം എപ്പോഴാണെന്ന് അറിയാമോ നമുക്ക് അല്ലേ. കടാക്ഷിക്കുന്ന ഭാഗ്യം നമ്മളെ തേടി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഒരു ലോട്ടറിയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചുമ്മാതെ പറയും കേട്ടോ, തള്ളി അങ്ങ് മറിച്ചിട്ട്. ഞാൻ അങ്ങനെയൊന്നും എടുക്കത്തില്ല, പക്ഷേ എനിക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം തോന്നും കേട്ടോ, അങ്ങനെ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ അടിച്ചില്ല മക്കളെ, അടിച്ചില്ല. എന്ത് ചെയ്യാൻ, കഷ്ടമായി. ഇല്ല അടിച്ചില്ല, അല്ലാത്ത സങ്കടമായിട്ട് പോട്ടെ. ഒരു അപ്പൂപ്പനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടോ. ഈ 2026 അടിപൊളിയാവട്ടെ, എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. പറഞ്ഞതുപോലെ തന്നെ ആപത്തും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കട്ടെ ആർക്കും. നമ്മുടെ വീടുകളിൽ അച്ഛൻ അമ്മ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം പ്രായമുള്ളവരൊന്നും അല്ലേ സത്യം ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. കുഞ്ഞുങ്ങൾ വരെയാണ് സത്യമായിട്ട്. ഇന്നലെ നമുക്കിവിടെ ഭയങ്കര ഒരു വിഷമം പിടിച്ച സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഒരു മോൻ ട്രെയിൻ അപകടമല്ല എന്നാണ് തോന്നുന്നത്, എന്നാലും ആ കുഞ്ഞ് മരിച്ചില്ല. അത് ഞങ്ങൾക്ക് എന്നും ഓർക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് കേട്ടോ. അവൻ മരിച്ചു പോയി. അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ അടക്കമൊക്കെ. എന്നും എല്ലാ വർഷവും ഇതാ നമുക്ക് ഓർക്കാമല്ലേ. ഇത് ആർക്കും അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ നിയറായിട്ട് എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ വിചാരിക്കും അവരുടെ ഒരു ആനക്കാരി, എൻ്റെ ഇതൊരു ആനക്കാരി കേട്ടോ. ഇത് എൻ്റെ കുഞ്ഞൊരു സംഭവം നമുക്കൊരു വലിയ ആനക്കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ അമ്മ ഇവിടെ ഇരിക്കുന്ന കേട്ടോ. ഞങ്ങൾ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ വന്നാൽ നമ്മൾ ചോറ് കൊണ്ടത് സമയം 4:30 സമയമായി കേട്ടോ. ഇവിടെ വന്നാൽ ചോറുണ്ടത്. അപ്പോൾ അമ്മയും കഴിക്കുന്നു. അപ്പോൾ ഞങ്ങളും കഴിച്ചു. ഇവിടെ വന്നാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കും കുടുംബത്തിനും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നതിന്. അപ്പോൾ ഷോർട്ടുണ്ട്, ലോങ് വീഡിയോ ഉണ്ട്. ലോങ് വീഡിയോയ്ക്കൊന്നും വ്യൂസ് ഒന്നും ഇല്ല, എന്നാലും ഉള്ളവരൊക്കെ കാണുന്നുണ്ട്. താങ്ക് യു, ഒത്തിരി നന്ദി. അപ്പോൾ ലൈവിലും ഇപ്പോൾ ഉണ്ട് ഞാൻ. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ, ഓരോ സ്വപ്നങ്ങളാണല്ലോ. അപ്പോൾ എന്താ നമുക്ക് ഇച്ചിരി വ്യൂസൊക്കെ കുറഞ്ഞു വന്നപ്പം ആകെപ്പാടെ ഒരു ശോകമുഖമാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഞാൻ ലൈവിലൊക്കെ ഇരിക്കുന്നുണ്ട്. പറ്റുമെങ്കിലൊന്ന് കയറുന്ന എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും മക്കളുമാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മളെ സപ്പോർട്ട് ചെയ്യും. ലൈവിൽ ഞാൻ 2-3 ആഴ്ച ആയതേ ഉള്ളൂ ഞാൻ ലൈവിലൊക്കെ വന്നിട്ട്. നമ്മുടെ അനിയൻ കുഞ്ഞുങ്ങളും മക്കളുമാരും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം. അതിലൊക്കെ ചിലരൊന്നും കാണുന്നില്ല എങ്കിലും പക്ഷെ നമ്മുടെ നോട്ടിഫിക്കേഷനൊന്നും ഈ അമ്മാവന് എല്ലായിടത്തും ഒന്നും എത്തിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം കേട്ടോ. പിന്നെ നമ്മുടെ ഒന്നും വീഡിയോ അത്ര വലിയ ഇതായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല അല്ലേ, സത്യം. പോകട്ടെ, ഉന്തി തള്ളിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിച്ചേരും. എനിക്കതൊക്കെ ഉള്ള പ്രാർത്ഥന കേട്ടോ. വലിയ അതിമോഹങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായിട്ട് സുഖു മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2026 എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 2025 സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ 2026 എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കൂടെ കാണണേ എല്ലാവരും. ടാറ്റ.